ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബിസ്മിസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ കളർഫുൾ ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കോൺഫ്ലവറും ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് കേട്ടോ. ഈ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ള പാനിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇത് കട്ടയില്ലാതെ നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. അതുകൊണ്ട് നമ്മളിത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിലേക്ക് വാനില ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നരിച്ചിട്ട് ഇതൊരു 3 ബൗളിലേക്ക് ഒരേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ബൗളിൽ ബാറ്റർ നമുക്ക് പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഇത് ഡാർക്ക് കൊക്കോ പൗഡറാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കട്ട ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. കാരണം കട്ട ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ പുഡിംഗ് നല്ല സ്മൂത്തിയായി കിട്ടൂല. അവിടെങ്ങളായിട്ട് ഹോളെ പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയ ശേഷം അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്രയാണ് മധുരം ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ആദ്യം മധുരം ആഡ് ചെയ്തതാണ്. പക്ഷേ കൊക്കോ പൗഡർ കുറച്ച് കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതിന് പകരം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ പക്ഷേ പഞ്ചസാര മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്കിൽ മതി കേട്ടോ നമ്മൾ ഈ ബാറ്റർ. അത് നന്നായിട്ട് നരിച്ചിട്ട് വേറെ ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലത്തെ ബാറ്റർ ഇതേപോലെ വാനില ബാറ്റർ ഇതേപോലെ കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് സൂപ്പർ റെഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മൾ കേക്കിലൊക്കെ ആഡ് ചെയ്യുന്ന കളറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കുറച്ച് ഇതേപോലെ മിക്സാക്കിയ ശേഷം ബാക്കിയുള്ള ബാറ്ററിലേക്ക് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കളർ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കുറച്ച് ബാറ്റർ എടുത്തിട്ട് കളർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇല്ല ജെൽ കളർ ആയതുകൊണ്ട് ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലായിട്ട് കട്ട പിടിച്ചിരിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 3 ബൗളിലെയും ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുഡിംഗ് ട്രേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചോക്ലേറ്റ് ബാറ്ററാണ് ഒഴിച്ചു കൊടുത്തത്. അതിന് മുകളിലേക്ക് വാനില ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് റെഡ് കളറുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ തവി കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിത് ഗ്ലാസ്സിലോ ബൗളിലോ ഒക്കെ വേണേൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് സൈഡ് ഭാഗത്ത് ഞാൻ കുറച്ചുകൂടി ചോക്ലേറ്റ് ബാറ്റർ കൊണ്ടാണ് ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇതേപോലെ ഒന്ന് ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. പിന്നെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതെനിക്ക് തോന്നിയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഡിസൈനാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടാവും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടത്. അടുത്ത ട്രൈയും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ സൽക്കാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു വ്ളോഗിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വിടാമെന്ന് പറഞ്ഞതായിരുന്നു ആ വീഡിയോയിൽ. അതാണ് കേട്ടോ അതിൽ കാണിച്ചത്. പറയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ പിന്നെ ചൈനാഗ്രാസ് ഒന്നും ഇല്ലാതെ തന്നെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം സൈഡ് ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ഞാൻ വേറെ ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്.
നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണിത്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേ അല്ലാത്തവർ ഇതേപോലെ ബൗളിലോ ഗ്ലാസ്സിലോ സെറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ പാർട്ടിക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ട്രേയിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ഒക്കെ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. ഇതേപോലെ ആദ്യം ചോക്ലേറ്റ് ബാറ്റർ, പിന്നെ വാനില ബാറ്റർ, പിന്നെ റെഡ് ബാറ്റർ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇത് വെച്ച് സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആർക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ എൻ്റേതായ സ്റ്റൈലിൽ ഞാൻ ചെയ്തെടുത്തതാണ്. വേറെ ആരെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം തോന്നിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ചോക്ലേറ്റ് വാനില വേറെ വേറെ ഉണ്ടാക്കിക്കൂടാ ചോദിച്ചപ്പോൾ അപ്പോൾ എനിക്ക് ഈ ഡിസൈൻ തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ രീതിയിൽ ചെയ്തത്. ഇപ്പോൾ റെഡ്ബി സ്റ്റൈലിൽ ഇങ്ങനെ ചെയ്ത് നോക്കാൻ വിചാരിച്ച്. എല്ലാവരും കേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതേപോലെ പുഡിങ് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരേ ബാറ്ററിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫ്ലേവറിലുള്ള പുഡിങ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഒരു പുഡിങ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് 3 ഫ്ലേവറായിട്ട് തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും കേട്ടോ. നമുക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് 3/4 കപ്പ് കോൺഫ്ലവറിന് പകരം അതിലേക്ക് 1/4 കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് 1 കപ്പ് കോൺഫ്ലവറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനാണിത്, അവൻ പറയും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. പിന്നെ അമ്മാൻ്റെ വീട്ടിൽ നിന്ന് സൽക്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും വൈകുന്നേരം പോവുകയാണ്. അപ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടില്ല. കാരണം അത് നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കൂടി കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 6 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്ത ശേഷം വേണം കേട്ടോ അതേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് തിക്കായി കിട്ടും. ഇനി ഇതിൻ്റെ ആങ്ങളുടെ മോൻ്റെ ആക്ഷൻ സോങ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching. Doors must go open and shut, open and shut, open and shut, go open and shut, all through the town. The wipers on the bus go swish, 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 all through the signals on the bus go blink, 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 blink. The signals on the bus go blink, blink, blink. Horn on the bus goes beep, 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 beep. Horn on the bus goes beep, beep, beep. The motor on the bus goes show this. That's okay. I love you.